നമസ്കാരം. ആയിരത്തി 1942 ഫെബ്രുവരി 15 കെരി ഡാൻസർ എന്ന ആ ചെറിയ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. 23 മനുഷ്യർ കഴിഞ്ഞുകൂടുന്ന അതിൻ്റെ ഒരു ക്യാബിൻ്റെ ഡോറുകളെല്ലാം പെട്ടെന്ന് അടയ്ക്കപ്പെടുന്നു. അതിൻ്റെ എല്ലാ ക്ലാമ്പുകളും ചുറ്റിക ഉപയോഗിച്ച് ശക്തമായി അടിച്ചു ലോക്ക് ചെയ്തു. ആ 23 മനുഷ്യർ പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ജീവശ്വാസമായിരുന്നു. ആ ക്യാബിൻ്റെ റൂഫിലുള്ള ഏതാനും ചെറിയ വിടവുകൾ മാത്രമാണ് അതിലേക്ക് എയർ ഇൻടേക്ക് വരുന്ന ഒരു സ്ഥലം. പലതരം ശബ്ദങ്ങൾ അതിൻ്റെ അകത്ത് കേൾക്കാം. വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ശബ്ദങ്ങൾ കേൾക്കാം. അത് കോർപ്പറൽ ഫ്രൈസറും സംഘവുമാണ് അതിൻ്റെ അകത്തുള്ള പ്രധാന അന്തേവാസികൾ. അതുകൂടാതെ മദ്യപിച്ച് മതോന്മത്തനായ ഒരാളുടെ രീതിയിലുള്ള ചില ശബ്ദങ്ങൾ ചില സമയത്ത് കേൾക്കാം. അയാളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ ശബ്ദവും കേൾക്കാം. അത് നമ്മുടെ ബ്രിഗേഡിയറും മിസ് പിൻട്രലിത്തുമാണ്. ഓരോ തവണ ഓരോ രോഗികളും വേദനിച്ച് കരയുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഓടി എത്തുന്ന ഒരു വ്യക്തിയുണ്ട്, മിസ് ട്രാൻച്ച്മാൻ എന്ന ആ ഹെഡ് നേഴ്സ്. അവര് ആ രോഗികളെയൊക്കെ പരിശോധിക്കുന്നു. പെയിൻ കില്ലേഴ്സും സെഡേറ്റീവ്സും കൊടുത്ത് തൽക്കാലം അവരെ ശാന്തരാക്കുന്നു. അല്ലാത്ത സമയങ്ങളിലെല്ലാം പീറ്റർ ടാലൻ എന്ന ആ കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ട് അവരൊരു ഭാഗത്തിരിക്കും. വാസ്തവത്തിൽ അവർ തന്നെയാണ് പുറത്ത് ഒരു ലൈറ്റ് കണ്ട സമയത്ത് ആ ഒരു വൈറ്റ് കർച്ചീഫ് വെച്ചും പിന്നെ ഒരു പേപ്പർ കത്തിച്ചും സിഗ്നൽ കൊടുത്തത്. ബീറോമ എന്ന ആ ഓയിൽ ടാങ്കർ ഷിപ്പിന്റെ അപ്പർ ഡെക്കിൽ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ക്യാപ്റ്റൻ ഫൈൻഹോൺ. അതിന്റെ ലൈഫ് ബോട്ട് പ്രക്ഷുബ്ധമായ ആ കടലിലൂടെ ആടി ഉലഞ്ഞ് കെരി ഡാൻസർ എന്ന ആ ചരക്ക് കപ്പലിന്റെ നേരെ നീങ്ങുന്നു. സാധാരണഗതിയിൽ ഒരാളും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് നിക്കോൾസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ കപ്പലിന് പോലും ചാൻസ് കുറവുള്ള ഒരു കടലിലൂടെ ഒരു ചെറിയ ലൈഫ് ബോട്ട് ഓടിക്കുക എന്നുള്ളത്. ക്യാപ്റ്റൻ ഫൈൻഹോണിന്റെ നിർദ്ദേശം അനുസരിച്ച് കപ്പലിന്റെ സെർച്ച് ലൈറ്റുകൾ ആ ലൈഫ് ബോട്ടിന്റെ ഭാഗത്തേക്കും കെരി ഡാൻസർ നിൽക്കുന്ന ഭാഗത്തേക്കും എല്ലാം മാറി മാറി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ക്യാപ്റ്റൻ ഫൈൻഹോണിന് കാണാം ഈ 12,000 ടൺ ഓയിൽ ടാങ്കർ ഷിപ്പിൽ നിന്ന പോലെ വളരെ അക്ഷോഭ്യനായിട്ട് നിൽക്കുന്ന നിക്കോൾസനെ. ആടി ഉലയുന്ന ആ ലൈഫ് ബോട്ടിലാണെന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിനില്ല. ഏതാനും നിമിഷങ്ങൾക്കകം കെരി ഡാൻസറിന്റെ അടുത്തേക്ക് ആ ലൈഫ് ബോട്ട് എടുത്തു. അവിടെ എത്തിയപ്പോൾ ശരിക്കും ആ ലൈഫ് ബോട്ട് ഒന്ന് സ്റ്റഡിയായി എന്ന് പറയാം. കാരണം ഇപ്പൊ അതിന്റെ ഒരു വശത്തുനിന്ന് തിരകൾ അതിനെ ആക്രമിക്കുന്നില്ല. അത് കെരി ഡാൻസർ എന്ന ആ ചരിഞ്ഞു കിടക്കുന്ന ചരക്ക് കപ്പൽ തടയുന്നു. ഒരു കയ്യിൽ ഒരു ഫയർ ആക്സും മറ്റേ കയ്യിൽ ഒരു വാട്ടർ പ്രൂഫ് ടോർച്ചുമായി നിക്കോൾസൺ ആ ചരിഞ്ഞ ഭാഗത്തൂടെ അകത്തേക്ക് കയറി. തൊട്ടുപുറകെ ഒരു കയ്യിൽ സ്ലെഡ്ജ് ഹാമറും മറ്റേ കയ്യിൽ ഒരു ടോർച്ചുമായി മെക്കിനോൺ. മൂന്നാമതായി കയ്യിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി വാനിയർ. നാലാമതായി ഒരു ക്രോബാറും കുറച്ച് കയറുകളുമായി കാർപ്പന്റർ ഫെറിസ്. ഇത്രയും ആൾക്കാർ ആ കപ്പലിലേക്ക് കയറി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ആ ലൈഫ് ബോട്ട് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു. അദ്ദേഹം ചുറ്റും ഒന്ന് നോക്കി ആ കപ്പലൊന്ന് പരിശോധിച്ചു. അതിന്റെ പല ഭാഗങ്ങളും ഇല്ലാതായിരിക്കുന്നു. ജാപ്പനീസ് ബോംബിങ്ങില് പല ഭാഗങ്ങളും കടലിൽ ഒഴുകി പോയിരിക്കുന്നു. മാസ്റ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. കപ്പലിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എഞ്ചിൻ റൂം മുഴുവൻ ബുള്ളറ്റുകളും ബോംബിങ്ങും ഏറ്റ് തകർന്ന നിലയിലാണ്. നിക്കോൾസൺ ആദ്യമായിട്ട് കണ്ട ഒരു ക്യാബിന്റെ ഡോറ് ആ ഫയർ ആക്സ് ഉപയോഗിച്ച് തകർത്തു. അതിൻ്റെ അകത്ത് കത്തിക്കരിഞ്ഞ 2 മൃതദേഹങ്ങളാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ഒപ്പം അതിരൂക്ഷമായ ദുർഗന്ധം, മനുഷ്യ ശരീരം കത്തിയതിന്റെ ആ ദുർഗന്ധം പെട്ടെന്ന് അവിടെയൊക്കെ വ്യാപിച്ചു. നിക്കോൾസൺ അടുത്ത നിമിഷം ആ ഡോറ് തിരിച്ചടച്ചു. നിക്കോൾസൺ പിന്നീട് ലക്ഷ്യം വെച്ചത് ആ ഒരു വെളുത്ത കൈ സിഗ്നൽ തന്ന ക്യാബിനിലേക്കാണ്. അദ്ദേഹം നോക്കുമ്പോൾ അതിന്റെ ക്ലാമ്പുകളെല്ലാം ഹാമർ ചെയ്ത് ലോക്ക് ചെയ്തിരിക്കുന്നു. അദ്ദേഹം മെക്കിനോനെ ഒന്ന് നോക്കി. ആ 4 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഹാമർ മെക്കിനോൻ ചുമ്മാ ഈ ഒരു കളിപ്പാട്ടം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത്രയും ശക്തമായ ഒരു ശരീരമുള്ള വ്യക്തിയാണ് മെക്കിനോൻ. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലാമ്പുകളെല്ലാം അൺലോക്ക് ചെയ്തു. നിക്കോൾസൺ ടോർച്ച് കളിച്ചുകൊണ്ട് ആ ഡോർ തുറന്നു. പെട്ടെന്ന് ആ ഡോറിന്റെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് നിക്കോൾസൺ ആദ്യം കണ്ടത്. നിക്കോൾസൺ ചോദിച്ചു, ഈ ക്യാബിനില് ഇൻചാർജായിട്ട് ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ആ ലേഡി പറഞ്ഞു, ഇതായിരിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ അയാള് അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്.
പെട്ടെന്ന് അവിടെ ബ്രിഗേഡിയറുടെ ശബ്ദം മുഴങ്ങി. ഞാൻ മദ്യപിച്ചു എന്നാ. നീ ഒരാണായിരുന്നെങ്കിൽ നിന്നെ ഞാനിപ്പോ, പെട്ടെന്ന് നിക്കോൾസനോട് പറയൂ, ഷടാ, താൻ ഒരാണായിരുന്നെങ്കിൽ അവരിപ്പോ ചാട്ടവാറ കൊണ്ട് അടിക്കുകയോ ഇടിച്ചു വീഴ്ത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വളരെ മെല്ലെയാണെങ്കിലും. രണ്ടാമത്തെ കാര്യം, ഈ ശക്തമായ കടലൊഴുക്കിൽ അത് തൊട്ടപ്പുറത്തുള്ള ഒരു പാറക്കൂട്ടത്തിന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ കണക്കൂട്ടലനുസരിച്ച് ഒരു 20 മിനിറ്റ് അതിനൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ പാറക്കൂട്ടത്തിലിടിച്ച് ഈ കപ്പൽ തകരും. പെട്ടെന്ന് ബ്രിഗേഡിയർ ഫോസ്റ്റർ പറഞ്ഞു, ഞാൻ ഫോസ്റ്റർ, കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രിഗേഡിയർ ഫോസ്റ്റർ ഫാംഹോ, അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം പോവാം. നിക്കോൾസൺ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, വിചാരമൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങൾ വേണം ആദ്യം പോവാൻ. കൂട്ടത്തില് നടക്കാൻ കഴിവുള്ളവരെല്ലാം നിങ്ങളുടെ കൂടെ വരും. ബ്രിഗേഡിയർ ചാടി എഴുന്നേറ്റു. എന്നോട് ഓർഡറിടാൻ താങ്കളാരാ? ഞാനിവിടെ റെസ്ക്യൂ ഓപ്പറേഷന് വന്ന ബീറോമ എന്ന ഓയിൽ ടാങ്കറിന്റെ ചീഫ് ഓഫീസർ. തൽക്കാലം ഇനി ഇത് ഞാൻ കൺട്രോൾ ചെയ്തോളാം, മനസ്സിലായ? പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ബ്രിഗേഡിയറെ ചെറുതായിട്ടൊന്ന് തള്ളി. ബ്രിഗേഡിയർ ബാലൻസ് തെറ്റി, പക്ഷെ നിലത്ത് വീഴുന്നതിന് മുമ്പ് മെക്കനോൺ അയാളെ താങ്ങി. മെക്കനോൺ അങ്ങനെ തന്നെ അയാളെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. കൂട്ടത്തിൽ നടക്കാൻ കഴിവുള്ള ആൾക്കാര്, മിസ് പെൻഡർലിത്ത്, നേഴ്സുമാര്, അത്രയും ആൾക്കാര് പുറത്തേക്ക് പോയി. നിക്കോൾസൺ ചോദിച്ചു, ഈ കൂട്ടത്തിൽ സ്ട്രെച്ചർ കേസുകൾ എത്ര പേരുണ്ട്? പെട്ടെന്ന് മിസ് ട്രാൻച്ച്മാൻ അവിടെ വന്നു. ഇപ്പൊ 2 പേരേ ഉള്ളൂ സർ. നിക്കോൾസൺ മനസ്സിലാവാത്ത രീതിയിൽ അവർ നോക്കിയപ്പോൾ അവർ തുടർന്നു, 5 പേര് മരിച്ചുപോയി. അതായത് അവിടെ സൈഡിലായിട്ട് കാണപ്പെടുന്ന ബങ്കുകളിൽ കിടക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അതിൽ 5 ഡെഡ് ബോഡീസും 2 ജീവനുള്ള വ്യക്തികളുമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു നിങ്ങളാണ് ഇവിടുത്തെ ഹെഡ് നേഴ്സ് എന്ന്. അതെ സർ. പേര് മിസ് ട്രാൻച്ച്മാൻ. ശരി മിസ് ട്രാൻച്ച്മാൻ, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കൂ. കാരണം ഈ സ്ട്രക്ചർ കേസുകളെ കൊണ്ടുപോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ അവരെ മൂവ് ചെയ്യിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യം വരും. യെസ് സർ. പിന്നൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ സാറിന്ന് വിളിക്കണം എന്നില്ല. പിന്നീട് നിക്കോൾസൺ ചുറ്റും നോക്കി. മിലിറ്ററി യൂണിഫോമിൽ കുറച്ച് ആൾക്കാരോട് ഇരിപ്പുണ്ട്. അത് നമ്മുടെ കോർപ്പറൽ ഫ്രൈസറും സംഘവും. കോർപ്പറലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിക്കോൾസൺ ചോദിച്ചു, താങ്കളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ? എക്സലന്റ് കണ്ടീഷൻ. ഒന്നുകൂടി ആൾ അടുത്ത് വന്ന് നോക്കിയതിന് ശേഷം നിക്കോൾസൺ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നുണയൻ താങ്കളാവും. കോർപ്പറൽ മുമ്പ് ലഫ്റ്റനന്റ് പാർക്കർ അടുത്ത് പറഞ്ഞ രീതിയിലുള്ള ഒരു ഡയലോഗാണ് അപ്പൊ പറഞ്ഞത്. സാർ, ഡ്യൂട്ടിയാണ് വലുത്, സ്വന്തം ശരീരത്തിന്റെ അവസ്ഥയൊക്കെ പിന്നീട് നോക്കാം. നിക്കോൾസൺ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, നിങ്ങളും നിങ്ങളുടെ കൂടെ നടക്കാൻ കഴിയുന്നവരും എല്ലാം പുറത്തേക്ക് വെക്കോളൂ. അങ്ങനെ കോർപ്പറൽ ഫ്രൈസറുടെ സംഘം പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് നിക്കോൾസൺ ശ്രദ്ധിക്കുന്നത്, ഒരാൾ മാത്രം എണീക്കുന്നില്ല, നടക്കുന്നില്ല. അത് സിംഗപ്പൂർ സിറ്റിയിൽ വെച്ച് ഫ്രൈസർ എപ്പോഴും പുറകുന്ന ഒരാളെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. മാനസികമായി തകർന്നു പോയ ഒരു വ്യക്തി അയാളായിരുന്നു അത്. തന്നോടിന് വീണ്ടും പറയണ എണീറ്റ് പോകാൻ. അയാളൊന്നും വേണ്ടിയില്ല. വളരെ രൂക്ഷമായി നിക്കോൾസനെ ഒന്ന് നോക്കി. പെട്ടെന്ന് മിസ് ട്രാൻച്ച്മാൻ പറഞ്ഞു, സർ, അത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. മിസ് ട്രാൻച്ച്മാൻ അയാളോട് പറഞ്ഞു, അലക്സ്, തൽക്കാലം ഇദ്ദേഹം പറയുന്ന പോലെ ചെയ്യൂ. പെട്ടെന്ന് അലക്സ് എന്നുള്ള ആ ചെറുപ്പക്കാരൻ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ഒരു പട്ടാളക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇയാൾ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്, ഇയാളില്ലാതെ ഞാൻ പോവില്ല. അപ്പോഴും മിസ് ട്രാൻച്ച്മാൻ പറഞ്ഞു, അയാളെ നോക്കാൻ ഞാനില്ല ഇവിടെ, പിന്നെ താങ്കൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ആലോചിക്കുന്നത്, പൊക്കോളൂ. അങ്ങനെ വീണ്ടും ട്രാൻച്ച്മാൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞപ്പോ അലക്സ് മെല്ലെ എണീറ്റ് പുറത്തേക്ക് കടന്നു. ഈ സമയത്ത് ആ കപ്പലിന്റെ അപ്പർ ഡെക്കിൽ നടക്കുന്ന മറ്റൊരു കാര്യം, അവർ വന്ന ലൈഫ് ബോട്ട് ശക്തമായ തിരമാലകളിൽ പെട്ട് പൊങ്ങും താഴുകയും ചെയ്യുന്നുണ്ട്. മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിലും പൊങ്ങും താഴുകയും ചെയ്യുന്നു. അങ്ങനെ പൊങ്ങി ആ ലൈഫ് ബോട്ട് കെറി ഡാൻസറിന്റെ അപ്പർ ഡെക്കിന്റെ ലെവലിൽ എത്തുമ്പോൾ കഴിയുന്നതും ആൾക്കാരെ മെക്കിനോനും വാനിയറും കൂടി ആ ലൈഫ് ബോട്ടിലേക്ക് കയറ്റും. അടുത്ത നിമിഷം ആ ലൈഫ് ബോട്ട് വീണ്ടും താഴും. അങ്ങനെ 1ഉം 2ഉം ആൾക്കാരെയായി ആ ലൈഫ് ബോട്ടിലേക്ക് ആൾക്കാരെ കയറ്റുന്ന ഒരു ശ്രമകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മെക്കിനോനും വാനിയറും കൂടി. അങ്ങനെ എല്ലാവരും ആ ലൈഫ് ബോട്ടിലേക്ക് കയറി കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് ഒരു കാതടപ്പിക്കുന്ന ശബ്ദം അവിടെ കേൾക്കുന്നത്. നിക്കോൾസനും മെക്കിനോണിനും മനസ്സിലായി ആ കപ്പൽ ആ പാറക്കെട്ടിൽ ഇടിച്ചിരിക്കുന്നു. ശക്തമായ ആഘാതത്തിൽ ഒന്ന് വീഴാൻ പോയെങ്കിലും മെക്കിനോനും അതുപോലെ ആ ക്യാബിൻ്റെ അകത്ത് നിക്കോൾസനും ബാലൻസ് ചെയ്ത് നിന്നു. വീഴാൻ പോകുന്ന ട്രാൻച്ച്മാനെ നിക്കോൾസൺ ഒരു കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ശരി മിസ് ട്രാൻച്ച്മാൻ, നിങ്ങൾ പൊക്കോളൂ. അല്ല, ഇവരെ മൂവ് ചെയ്യിക്കുമ്പോൾ അത് ഞാൻ അവരെ ഇവിടെ സ്ട്രെച്ചർ കൊണ്ടുവന്ന് മൂവ് ചെയ്യിക്കുന്ന കാര്യമാണ് ആലോചിച്ചിരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കില്ല. ഇത് എമർജൻസി സിറ്റുവേഷനാണ്. പുറത്തിറങ്ങിയിട്ട് അവിടെ മെക്കിനോൺ എന്ന ഒരു വ്യക്തിയുണ്ട്, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. സെക്കൻഡുകൾക്കകം മെക്കിനോൺ അവിടെ എത്തി. മെക്കിനോനും നിക്കോൾസനും അതിൽ ഓരോ ആൾക്കാരെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കുകയായിരുന്നവർ. അതിനകം ഉയർന്നു വന്ന ആ കപ്പലിലേക്ക് വാനിയർ മിസ് ട്രാൻച്ച്മാനെ പിടിച്ചു കയറ്റിയിരുന്നു. നിക്കോൾസൺ നോക്കുമ്പോൾ ആദ്യം പ്രതിഷേധം കാണിച്ച പട്ടാളക്കാരൻ മാത്രം ആ അപ്പർ ഡെക്കിൽ നിൽപ്പുണ്ട്.
നിക്കോൾസൺ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ സമയത്ത് അയാൾ ചെയ്തത് നിക്കോൾസന്റെ മുഖത്തേക്ക് ഒരു അടി കൊടുക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അടി മുഖത്ത് കൊണ്ടെങ്കിലും നിക്കോൾസൺ പിടിച്ചു നിന്നു. അയാളുടെ ഇടത്തെ താടിയെല്ലിന്റെ താഴെ ഭാഗത്തായിട്ട് ശക്തമായൊരു ഇടി നിക്കോൾസൺ കൊടുത്തു. അതോടെ ഒരു അർദ്ധബോധാവസ്ഥയിൽ അയാള് വാനിയറുടെ കൈകളിലേക്ക് വീണു. വീണ്ടും ലൈഫ് ബോട്ട് ഉയർന്നു വന്ന സമയത്ത് വാനിയർ അയാളെ ആ ബോട്ടിന്റെ അകത്തേക്ക് മാറ്റി. അത് കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആ കിടപ്പ് രോഗിയെ വാനിയറെ ഏൽപ്പിച്ച ശേഷം മെക്കിനോൺ ആ ലൈഫ് ബോട്ടിലേക്ക് ചാടി. അവിടെ വന്നുകൊണ്ട് ആ ലൈഫ് ബോട്ട് ഉയർന്നു വരുന്ന സമയത്ത് വാനിയറും അത് കഴിഞ്ഞ് നിക്കോൾസനും കൊടുത്ത ആ ബോഡികളെ അദ്ദേഹത്തിന്റെ ശക്തമായ കരങ്ങളിൽ ഏറ്റുവാങ്ങി അവിടെ അത്യാവശ്യം കംഫർട്ടായെന്നൊരു നിലയിൽ കടത്തി. അടുത്ത ആ ബോട്ടിന്റെ ഉയർച്ചയിൽ വാനിയറും നിക്കോൾസനും ആ ലൈഫ് ബോട്ടിലേക്ക് എടുത്ത് ചാടി. അത് വീറോമ എന്ന കൂറ്റൻ ഓയിൽ ടാങ്കറിന് നേരെ മൂവ് ചെയ്യാൻ തുടങ്ങി.